ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസ് ആയതോടെ ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നത് ഫീമെയിൽ സിൽവർ സർഫറിനാണ്. കാരണം മാർവൽ റീസെൻ്റ്ലി ഒരുപാട് ക്യാരക്ടേഴ്സിനെ ജെൻഡർ സ്വാപ്പ് ചെയ്തും റേസ് സ്വാപ്പ് ചെയ്തുമൊക്കെ MCUവിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും ഫാൻ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് വന്ന സിൽവർ സർഫറിനെയും കൊണ്ടുവന്ന് MCU ക്യാരക്ടറിനെ നശിപ്പിക്കുകയാണെന്ന രീതിയിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലയിടത്തും കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഫാന്റാസ്റ്റിക് ഫോർ സിനിമയായിട്ട് ബന്ധപ്പെട്ടൊരു തിയറി ഉണ്ട്. അത് ശരിക്കും ഫാന്റാസ്റ്റിക് ഫോർ സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഡൂംസ്ഡേയും സീക്രട്ട് വാഴ്സും ഈവൻ അതിന് ശേഷം വരാൻ പോകുന്ന MCUവിൻ്റെ പുതിയ സാഗയിലേക്കും വരെ കണക്ട് ചെയ്യുന്നൊരു തിയറിയാണ്. ആ തിയറി സത്യമാവുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന വിമർശനങ്ങളൊന്നും വിലയില്ലാതാകും. അതായത് ഈ സിനിമയിൽ ഫീമെയിൽ സിൽവർ സർഫറിനെ കൊണ്ടുവന്നത് നല്ലൊരു ഡിസിഷനാണെന്ന് പറയേണ്ടി വരും എന്നാണ്. അപ്പോൾ എന്താണ് ആ തിയറി? അതേപോലെ ഫീമെയിൽ സിൽവർ സർഫർ ഒരിക്കലും സിനിമയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ക്യാരക്ടറല്ല, കോമിക്സിൽ തന്നെയുള്ള ക്യാരക്ടറാണ്. അപ്പോൾ എന്താണ് ആ ക്യാരക്ടറിൻ്റെ കൊമിക് ഒറിജിൻ ആൻഡ് പവേഴ്സ്, അതേപോലെ ഒറിജിനൽ സിൽവർ സർഫറുമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഓൾസോ ക്ലാഷ് വെക്കാനിരിക്കുന്ന സൂപ്പർമാനുള്ള ട്രിബ്യൂട്ട് സീൻസ് അടക്കം ഒരുപാട് എക്സ്ട്രാ കാര്യങ്ങൾ ഈ ഒരു ട്രെയിലറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം പറ്റി നമ്മൾ ഒറ്റ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വെൽക്കം ടു കോമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ, ചെങ്ങന്നൂർ. ഒരുപാട് പേര് യൂട്യൂബിൽ കമൻസ് ആയിട്ടും ഇൻസ്റ്റയിൽ DMയിലും ഈവൻ എനിക്ക് പേഴ്സണലി വരെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് എന്തുകൊണ്ട് ഡെയർ ഡബിൾ ബോൺ അഗൈൻ്റെ വീഡിയോസ് കോമിക് മന്ത്രയിൽ ചെയ്യുന്നില്ല എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഡെയർ ഡബിൾ ബോൺ അഗൈൻ ഇതുവരെ കാണാൻ പോലും പറ്റിയിട്ടില്ല. അതിൻ്റെ മെയിൻ റീസൺ നിങ്ങൾ കുറേ പേരെങ്കിലും അറിയായിരിക്കും. കേരളത്തിലെ ബിഗ്ഗസ്റ്റ് പോപ്പ് കൾച്ചർ ഫെസ്റ്റിവലായ കേരള പോപ്കോൺ നമ്മൾ കോമിക് മന്ത്ര അടങ്ങുന്ന KCB ടീമാണ് ഫൗണ്ട് ചെയ്തതും കണ്ടക്ട് ചെയ്യുന്നതും. കഴിഞ്ഞ വർഷം വലിയ വിജയമായി മാറിയ കേരള പോപ്കോൺ ഈ വർഷം തിരികെ വരികയാണ്. മെയ് 4 ഞായറാഴ്ച എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ചാവറ കൾച്ചർ സെൻറ്ററിൽ വെച്ചിട്ടാണ് ഈ വർഷത്തെ കേരള പോപ്കോൺ നടക്കുക. ആൻഡ് നമ്മളോടൊപ്പം ഇക്കുറി അപ്കമിങ് മോളിവുഡ് സൈഫൈ മൂവിയെ വലയും കൊളാബറേറ്റ് ചെയ്ത് വല എക്സ് കേരള പോപ്കോൺ എന്ന ടൈറ്റിലാണ് ഇവൻറ്റ് വരുന്നത്. അപ്പോൾ ഈ കൊളാബറേഷൻ കാരണം ഒരിക്കലും വല റിലേറ്റഡ് അല്ലെങ്കിൽ സോംബർ റിലേറ്റഡ് പരിപാടികൾ മാത്രമാണ് കേരള പോപ്കോണിലും തെറ്റിദ്ധരിക്കരുത്. കഴിഞ്ഞ വർഷം ഉള്ളതുപോലെ തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള പ്രോഗ്രാംസും പാനൽസും സ്റ്റോൾസും എക്സ്പീരിയൻസസും കോസ്പ്ലേയും ഗെയിമിങ്ങും അടക്കം പോപ്പ് കൾച്ചറിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഈ വർഷം കേരള പോപ്കോണിലുണ്ട്. കഴിഞ്ഞ വർഷത്തെക്കാട്ടി കുറച്ചുകൂടെ ഗ്രാൻഡറായിട്ട് തന്നെയാണ് നമ്മൾ ഇക്കുറി ഇവൻറ്റ് നടത്തുക. അപ്പോൾ ടിക്കറ്റ്സ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അതും ഏർലി ബേർഡ് ഡിസ്കൗണ്ടിലാണ്. ഇപ്പോൾ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടിൽ തന്നെ ടിക്കറ്റ് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഇട്ടേക്കാം. അതുപോലെ നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ കൊമിക് ആയിക്കോട്ടെ, ആർട്ട് വർക്ക്സ് ആയിക്കോട്ടെ, സ്റ്റിക്കേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ആർട്സ് പോപ്കോണിൽ സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോപ്കോണിൻ്റെ Instagram IBയിൽ ചെന്നാൽ മതി. ഫീമെയിൽ സിൽവർ സർഫറിൻ്റെ ഒറിജിനൽ പേര് ഷല്ലാബാൽ എന്നാണ്. 1968 സിൽവർ സർഫർ ഇഷ്യൂ നമ്പർ 1 സ്റ്റാൻലിയും ജോൺ ബുസ്കമയും ചേർന്നാണ് ഈ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സെൻല എന്ന പ്ലാനറ്റിലെ രാജകുമാരിയാണ് ഷല്ലാബാൽ. ആൻഡ് അവിടെ തന്നെയുള്ള നോറിൻറാഡ് അഥവാ ഒറിജിനൽ സിൽവർ സർഫറിൻ്റെ ലവ് ഇൻട്രസ്റ്റ് കൂടിയാണ് ഷല്ലാബാൽ. അങ്ങനെ ഇരിക്കുകയാണ് ഗലാക്ടസ് സെൻല മറ്റേതൊരു പ്ലാനറ്റും പോലെ വിഴുങ്ങാൻ വരുന്നത്. എന്നാൽ നോറിൻറാഡ് പറയുകയാണ് സെൻലയെ വെറുതെ വിടുകയാണെങ്കിൽ ഗലാക്ടസിൻ്റെ ഒരു അടിമയായി എല്ലാ കാലവും താൻ ജീവിച്ചു കൊള്ളാവുന്നത്. അങ്ങനെയാണ് നോറിൻറാഡ് സിൽവർ സർഫർ എന്ന ഗലാക്ടസിൻ്റെ ഹെറാൾഡായി മാറുന്നത്. സോ ബേസിക്കലി ഇതൊക്കെ കൊണ്ട് തന്നെ തുടക്കകാല സിൽവർ സർഫർ കൊമിക്സുകളിൽ ഇരുവരും തമ്മിലുള്ള വിരഹമൊക്കെ വലിയൊരു എലമെൻറ്റായി വന്നിരുന്നു. എന്നാൽ ഇവഞ്ച്വലി തൻ്റെ ലോയൽ സെർവൻ്റ് ആകാൻ വേണ്ടി നോറിൻറാഡിൻ്റെ മനസ്സിൽ നിന്നും ഷല്ലാബാലിൻ്റെ മെമ്മറീസ് ഗലാക്ടസ് ഇറേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗലാക്ടസിൻ്റെ കൂടെ എല്ലാ കാലവും ഒരു ഹെറാൾഡായി സിൽവർ സർഫർ പോകുന്നു. അതേസമയം ഇവഞ്ച്വലി സെൻലയിലെ എംപ്രസ്സായി മാറി ഒരു പീസ്ഫുള്ളായിട്ടുള്ള സിവിലൈസേഷൻ ഷല്ലാബാൽ റീസ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് ഒറിജിനൽ യൂണിവേഴ്സിലെ ഷല്ലാബാലിൻ്റെ സ്റ്റോറി. ഒരിക്കലും ഒറിജിനൽ മാർവൽ യൂണിവേഴ്സിൽ, കൊമിക് യൂണിവേഴ്സിൽ ഷല്ലാബാൽ സിൽവർ സർഫറായിട്ട് മാറുന്നില്ല. എന്നാൽ എർത്ത് എക്സ് എന്ന ആൾട്ടർനേറ്റ് യൂണിവേഴ്സിലാണ് ഷല്ലാബാൽ സിൽവർ സർഫറായിട്ട് മാറുന്നത്. സോ ഇവിടെ നോറിൻറാഡിൻ്റെ മരണത്തിന് ശേഷം സിൽവർ സർഫർ എന്ന ഒരു റോളിലേക്ക് ഷല്ലാബാൽ ഇൻഹെറിറ്റ് ചെയ്യുകയാണ്. സാധാരണ സിൽവർ സർഫർ അഥവാ നോറിൻറാഡിനെ പോലെ ആയിരുന്നില്ല ഷല്ലാബാൽ. കുറച്ചുകൂടെ കോൾഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ ഒരു ദേഷ്യവും റേജും ഒക്കെയുള്ളൊരു ക്യാരക്ടറായിട്ടായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പവർ കോസ്മിക് വീൽഡ് ചെയ്യുന്ന, സ്പേസ് മുഴുവൻ ട്രാവൽ ചെയ്യുന്ന, കോസ്മിക് ബാലൻസിൽ കുറച്ചുകൂടെ ട്രാൻസ്ഫോർമേഷനൊക്കെ കൊണ്ടുവരുന്ന രീതിയിൽ പഴയ സിൽവർ സർഫറിൽ നിന്ന് കുറച്ചധികം വ്യത്യാസങ്ങളുള്ളൊരു ക്യാരക്ടർ തന്നെയായിരുന്നു ഷല്ലാബാലിൻ്റെ വേർഷൻ. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ജസ്റ്റ് ഒരു ആൾട്ടർനേറ്റീവ് സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാലമൊന്നും നീണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന സിനിമ ഒരു ആൾട്ടർനേറ്റ് യൂണിവേഴ്സിൽ നടക്കുന്ന കഥയാണ്. അതായത് MCUവിലെ മെയിൻ എർത്ത് അല്ലെങ്കിൽ 616 എന്നവർ സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന എർത്തിലെ സ്റ്റോറിയല്ല ഇത്. മറ്റേതോ ഒരു യൂണിവേഴ്സിൽ നടക്കുന്ന കഥയാണ്. ഡൂംസ്ഡേയും സീക്രട്ട് വാഴ്സും ഒക്കെ മൾട്ടിവേഴ്സ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ആ രീതിയിലാകും ഇത് കണക്റ്റ് ആവുക. അപ്പോൾ നേരത്തെ പറഞ്ഞ കൊമിക്കിൽ ഷല്ലാബാൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വേയും ഈ ഒരു വേയും സെയിം തന്നെയാണ്. മെയിൻ യൂണിവേഴ്സിലല്ല, ആൾട്ടർനേറ്റ് യൂണിവേഴ്സിലാണ് ഫീമെയിൽ വേർഷൻ ഓഫ് സിൽവർ സർഫർ വരുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ തിയറി എന്താണ്? ആ തിയറി കേട്ട് കഴിഞ്ഞാൽ ഫീമെയിൽ സിൽവർ സർഫറിനെ ഇപ്പോൾ കൊണ്ടുവന്നത് നല്ലൊരു ഡിസിഷനായിട്ട് തോന്നുന്നു പറഞ്ഞ തിയറി ഇല്ലേ, ആ തിയറിയിലേക്ക് നമുക്ക് കടക്കാം. തിയറി എന്നതിനേക്കാൾ ഒരു പരസ്യമായ രഹസ്യം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം മാർവൽ കോമിക്സിൽ എപ്പോഴും സീക്രട്ട് വാഴ്സ് ഇവൻറ്റ് കൊണ്ടുവരുന്നത് മൾട്ടിവേഴ്സിനെ റീബൂട്ട് ചെയ്യാനാണ്. അതായത് സീക്രട്ട് വാഴ്സ് ഇവൻറ്റിന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന എല്ലാ മൾട്ടിവേഴ്സും ഡിസ്ട്രോയ് ആയിട്ട് ഒരൊറ്റ പുതിയ യൂണിവേഴ്സ് ഉണ്ടാകുന്നു. അപ്പോൾ പഴയ യൂണിവേഴ്സിൽ ഉണ്ടായിരുന്ന പല ക്യാരക്ടേഴ്സും ഇവിടെ കോഎക്സിസ്റ്റ് ചെയ്യുകയാണ്. അതായത് പഴയ പല പല മൾട്ടിവേഴ്സിലുള്ള ക്യാരക്ടേഴ്സും ഇവിടെ ഒരുമിച്ച് ഒരൊറ്റ എർത്തിലായിട്ട് മാറുന്നു. അതിനുശേഷം ഇത് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് പല പല മൾട്ടിവേഴ്സായിട്ട് മാറുന്നു. അപ്പോൾ ഈ ഒരു സെയിം സംഭവമായിരിക്കും ഇപ്പോൾ വരാൻ പോകുന്ന സീക്രട്ട് വാഴ്സിന് ശേഷം MCUവും ചെയ്യാൻ പോകുന്നത്.
നമുക്കിപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്സ് വെച്ചിട്ട് മ്യൂട്ടൻസ് സാഗ അഥവാ എക്സ്മെനെ ഫോക്കസ് ചെയ്താണ് വരാനിരിക്കുന്ന MCU പുതിയ യൂണിവേഴ്സ് ഉണ്ടാവുക. എന്നാൽ അതിന് പുറമെ മറ്റ് ക്യാരക്ടേഴ്സും ഉണ്ടാകുന്ന കാര്യം തീർച്ചയാണ്. അതായത് ഈ ഷാങ്ജിയും ഡെയർഡെവിളും ഒക്കെയുള്ള ഇപ്പോഴത്തെ MCU മെയിൻ ക്യാരക്ടേഴ്സ് വരാനിരിക്കുന്ന MCU മെയിൻ എർത്തിലും ഉണ്ടാകും. പക്ഷേ അവരോടൊപ്പം തന്നെ ഇപ്പം മൾട്ടിവേഴ്സായിട്ട് നിൽക്കുന്ന ഫാൻറ്റാസ്റ്റിക് ഫോർ പോലെയുള്ള ക്യാരക്ടേഴ്സും മെർജ് ചെയ്ത് ആ ഒരു എർത്തിൽ തന്നെ കോക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും കൊണ്ടുവരിക. അപ്പോൾ നിലവിലെ ഫാൻറ്റാസ്റ്റിക് ഫോർ സിനിമ ഒരു ആൾട്ടർനേറ്റീവ് യൂണിവേഴ്സ് നടക്കുന്ന ഡൂംസ്ഡേയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇവരെ കണ്ടിന്യൂ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവർക്ക് പുതിയൊരു കാസ്റ്റിനെ കൊണ്ടുവരണ്ട. ജസ്റ്റ് ഇമാജിൻ ഇപ്പോൾ ഈ ഒരു ഫാൻറ്റാസ്റ്റിക് ഫോർ ഇങ്ങനെ കൊണ്ടുവന്ന് ഡൂംസ്ഡേയിലും സീക്രട്ട് വാർസിലും മാത്രം കാണിക്കാനാണെങ്കിൽ അവർക്ക് സുഖമായിട്ട് പഴയ ക്രിസ് ഇവാൻസ് അടങ്ങുന്ന ക്ലാസിക് കാസ്റ്റിനെ കൊണ്ടുവരായിരുന്നു. പക്ഷേ അത് കൊണ്ടുവരാതിരുന്നത് ഇവരെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ പുതിയ റീബൂട്ട് ഇടത്തിൽ മെയിൻ യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ ഫാൻറ്റാസ്റ്റിക് ഫോർ ഉണ്ടാവും. സോ ആ ഒരു യൂണിവേഴ്സിൽ സെക്കൻഡ് പാർട്ട് മൂവായിട്ട് വരുമ്പോഴത്തേക്കും ഒറിജിനൽ സിൽവർ സർഫർ അഥവാ നോറിൻ റാഡിനെ ഇവർക്ക് സുഖമായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ മോസ്റ്റ് ലൈക്ലി ഇപ്പോൾ ഉള്ള ഷല്ലാബാൽ എന്ന സിൽവർ സർഫർ, ഫീമെയിൽ സിൽവർ സർഫർ ഒരു ഡിസ്പോസിബിൾ ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒന്നുകിൽ ഈ ഒരു സിനിമയിലോ അല്ലെങ്കിൽ ഡൂംസ്ഡേയിലോ തന്നെ ഈ ഒരു ക്യാരക്ടർ മരിക്കാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. സോ നോറിൻ റാഡിനെ ഇങ്ങനെ കൊണ്ടുവന്ന് കൊന്നിട്ട് വീണ്ടും ഒരു വട്ടം കൂടെ കൊണ്ടുവരുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ് ഷല്ലാബാലിനെ ആദ്യം കൊണ്ടുവന്നൊരു ഡിസ്പോസിബിൾ ക്യാരക്ടറായിട്ട് മാറ്റിയിട്ട് ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ക്ലാസിക് നോറിൻ റാഡിനെ റീബൂട്ട് ആയതിനു ശേഷമുള്ള മെയിൻ യൂണിവേഴ്സിൽ ഫാൻറ്റാസ്റ്റിക് ഫോറിനൊപ്പം കൊണ്ടുവരുന്നത്. ഇത്രയും കാലം ഫാൻറ്റാസ്റ്റിക് ഫോറിൻ്റെ എർത്തിനെ ആക്രമിക്കാതിരുന്ന ഗലാക്ടസ് എന്തുകൊണ്ട് കറക്റ്റ് ഈ ടീം ഉണ്ടായതിനു ശേഷം വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ലോജിക്കൽ എക്സ്പ്ലനേഷൻ നമുക്ക് ട്രെയിലറിൽ നിന്ന് കിട്ടുന്നുണ്ട്. മിസ്റ്റർ ഫാൻറ്റാസ്റ്റിക് അഥവാ റീഡ് റിച്ചാർഡ്സ് അയക്കുന്ന സിഗ്നൽസും മറ്റും കാരണമാണ് ഗലാക്ടസ് ഇപ്പോൾ എർത്ത് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. സോ ബേസിക്കലി നമ്മൾ കഴിഞ്ഞ ടീസർ ബ്രേക്ക് ഡൗൺ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 60s കാലഘട്ടത്തിലാണ് ഇതിൻ്റെ കഥ നടക്കുന്നത്. അതായത് റിയൽ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൾഡ് വാർ എന്ന് പറയുന്നത് വളരെയധികം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു കാലം. അതിൽ തന്നെ സ്പേസ് വാർ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അതായത് അമേരിക്കയാണോ റഷ്യയാണോ ആദ്യം മനുഷ്യനെ സ്പേസിൽ എത്തിക്കുക, ആദ്യം ചന്ദ്രനെ കാലുകുത്തുക, അങ്ങനെ സ്പേസ് റിലേറ്റഡ് ആയിട്ട് വൺ ലെവൽ ഒരു കോൾഡ് വാർ നടക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ ഇവിടെയും അതിൻ്റേതായിട്ടുള്ള എലമെൻറ്റ്സ് കാണുമെന്ന് നേരത്തെ നമുക്ക് ഉറപ്പായിരുന്നു. സോ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ എന്ന രീതിയിൽ ഏലിയൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന രീതിയിലായിരിക്കണം റീഡ് റിച്ചാർജ് സിഗ്നൽസ് ഒക്കെ ഔട്ടർ സ്പേസിലേക്ക് വിട്ടിട്ടുണ്ടാവുക. എന്നാൽ ചെന്ന് കയറി കൊടുത്ത് ഗലാക്ടസിൻ്റെ അടുത്തേക്ക് ഇന്നാര് തിന്നും എന്ന് പറഞ്ഞിരിക്കുന്ന ഗലാക്ടസിൻ്റെ അടുത്തോട്ട് ഈ സാധനം ചെന്നോടെ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ ഫാൻറ്റാസ്റ്റിക് ഫോർ കാരണം തന്നെയാണ് ഇത്രയും വലിയൊരു ത്രെറ്റ് എർത്തിന് നേരെ വരുന്നത്. നമ്മൾ ട്രെയിലറിലുടനീളം കാണുന്നുണ്ട് ഫാൻറ്റാസ്റ്റിക് ഫോറിൻ്റെ ജനങ്ങൾ എത്രമാത്രം സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ ആ ലോകം അവസാനിക്കാൻ തന്നെ കാരണമായി മാറുന്നത് ഫാൻറ്റാസ്റ്റിക് ഫോർ ആണ്. അതുകൊണ്ട് തന്നെ ഏജ് ഓഫ് അൾട്രോണിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ വളരെയധികം വാഴ്ത്തപ്പെട്ട ഒരു ടീമിനെ വളരെയധികം ഹേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയും നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ സാധിച്ചേക്കാം. ഇതിനു പുറമെ നേരത്തെ റൂമറായിട്ടുണ്ടായിരുന്ന ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ് അഥവാ റീഡ് റിച്ചാർഡ്സിന് സൂസൻ സ്റ്റോമിൻ്റെ മകൻ ഈ ഒരു സിനിമയിൽ ഉണ്ടാകുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. ടീസറിൽ വളരെയധികം ഒളിപ്പിച്ച് വെക്കാൻ ശ്രമിച്ചെങ്കിലും ഇപ്പോൾ ട്രെയിലറിലേക്ക് വന്നപ്പോഴത്തേക്കും സൂസൻ സ്റ്റോം പ്രഗ്നൻ്റ് ആണെന്നുള്ളൊരു വിവരം ഒഫീഷ്യലി പുറത്തു വെച്ചിരിക്കുകയാണ്. സോ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ് എന്ന് പറയുന്നത് വളരെയധികം റിയാലിറ്റി വാർപ്പ് ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ ഡൂംസ്ഡേയിലും സീക്രട്ട് വാർസിലും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നൊരു ക്യാരക്ടറാണിത്. സോ ബേസിക്കലി സീക്രട്ട് വാർസിന് ശേഷം പുതിയൊരു യൂണിവേഴ്സ് തുടങ്ങുന്നുള്ള കാര്യം പറഞ്ഞല്ലോ, അതിലൊക്കെ വളരെയധികം ഇമ്പോർട്ടൻറ്റ് റോൾ വരുന്നൊരു ക്യാരക്ടർ തന്നെയാണ് ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ്. അപ്പോൾ ഈ ഒരു സിനിമയിൽ വളരെ ഒരു ബേബി ആയിട്ടുള്ളൊരു ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ് ആയിരിക്കും വരിക എന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ഒരു ടീനേജ് അല്ലെങ്കിൽ യങ് വെർഷനെയൊക്കെ നമുക്ക് ഡൂംസ്ഡേയിലോ സീക്രട്ട് വാർസിലോ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഫാൻറ്റാസ്റ്റിക് ഫോറുമായി ഒരു കിടിലൻ ക്ലാഷ് വരാൻ പോകുന്ന സിനിമയാണല്ലോ DCUവിലെ സൂപ്പർമാൻ. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം നമുക്ക് വോർത്തി ആയിട്ടുള്ള DC വേഴ്സസ് മാർവൽ ക്ലാഷ് ബോക്സ് ഓഫീസിൽ കിട്ടുകയാണ്. പക്ഷേ എന്നിരുന്നാലും സൂപ്പർമാൻ്റെ ട്രിബ്യൂട്ടുകൾ ഇപ്പോൾ ഈ പറഞ്ഞ ഫാൻറ്റാസ്റ്റിക് ഫോറിൻ്റെ ട്രെയിലർ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സൂപ്പർമാൻ്റെ ഒറിജിനൽ കോമിക്സ് ആയിട്ടുള്ള ആക്ഷൻ കോമിക്സിലെ ഐക്കോണിക് സ്റ്റില്ലാണല്ലോ കവറിലുണ്ടായിരുന്ന കാറും പൊക്കി നിൽക്കുന്ന സൂപ്പർമാൻ. ഈ ഒരു സീൻ പിന്നീട് സൂപ്പർമാൻ ആൻഡ് ലോയി സീരീസിലൊക്കെ ട്രിബ്യൂട്ടായിട്ട് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ട്രെയിലറിലേക്ക് വന്നു കഴിഞ്ഞാൽ തിങ് ഈ കാറും പൊക്കി നിൽക്കുന്നൊരു സീനൊക്കെ കടന്നു വരുന്നുണ്ട്. അതൊരു ബേസിക്കലി ഒരു ഹോൾ സീക്വൻസ് തന്നെ നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതുകൂടാതെ മാൻ ഓഫ് സ്റ്റീൽ സിനിമയിൽ ഹെൻറി ക്യാവിൽ സൂപ്പർമാൻ ചങ്ങല വഹിക്കുന്നതിൻ്റെ മറ്റൊരു ട്രിബ്യൂട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് ആക്ച്വലി സൂപ്പർമാൻ്റെ ആദ്യ കൊമിക്സ് ഇറങ്ങിയ ആനിവേഴ്സറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു ട്രിബ്യൂട്ട് സീൻസ് ട്രെയിലറിൽ ഇവർ ഉൾപ്പെടുത്തിയിട്ടുള്ളതും. എന്തായാലും വലിയൊരു ക്ലാഷ് തന്നെയാണ് വരാനിരിക്കുന്നതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്ത് തന്നെയാണ് ഈ ഒരു സിനിമകൾ വരാൻ പോകുന്നത്. അങ്ങനെ മാർവലിൻ്റെ ഫേസ് 6 ഫാൻറ്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഇത് ആദ്യമായിട്ടാണ് മാർവലിൻ്റെ ഒരു ഫേസ് ആൾട്ടർനേറ്റീവ് യൂണിവേഴ്സിലെ കണ്ടൻറ്റോടെ ആരംഭിക്കുന്നത്. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ഫേസും സ്റ്റാർട്ട് ചെയ്തത് MCU മെയിൻ എർത്ത് അല്ലെങ്കിൽ 616 എന്ന് അവർ സ്വയം വിശേഷിപ്പിക്കുന്ന ആ ഒരു എർത്തിലെ കഥകളായിരുന്നെങ്കിൽ ഇവിടെ ഒരു എൻ്റയർ ഡിഫറൻറ്റ് യൂണിവേഴ്സിലെ കഥയിലൂടെയാണ് ഫേസ് 6 ആരംഭിക്കുന്നത്. ഫേസ് 6ൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. ഡൂംസ്ഡേയും സീക്രട്ട് വാർസും അടക്കമുള്ള മൾട്ടിവേഴ്സൽ ഇവൻറ്റുകൾ കൊണ്ട് സമ്പന്നമാണ് ഫേസ് 6. ഫേസ് 4ഉം 5ഉം പല കാര്യങ്ങളിലും ആവറേജ് ആയിരുന്നു, വളരെയധികം ഡൗൺ ആയിരുന്നു. പക്ഷേ ഫേസ് 6ലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകളെല്ലാം മാറും നിറവേറ്റുമെന്നും മാറുന്ന ഒരു കംബാക്കായ ഒരു ഫേസ് മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ കേരള പോപ്കോൺ ഇവൻറ്റിനെ പറ്റി മറക്കാതിരിക്കുക. ഏർലി ബേർഡ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ടിക്കറ്റ്സ് ബൈ ആവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര.